ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ മമ്മൂട്ടിയുടെ ഒരു ചിത്രം കൂടി പ്രൊമോഷനുകളൊന്നും ഇല്ലാതെ തിയേറ്ററിലോട്ട് എത്തുകയാണ്. ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് പ്രൊമോഷൻ ഇല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് പ്രൊമോഷൻ പ്ലാൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടല്ല. പ്രൊമോഷൻ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതി മമ്മൂട്ടിക്ക് പ്രൊമോഷൻ എത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി. അപ്പം മമ്മൂട്ടിയുടെ പടം മമ്മൂട്ടി ഇല്ലാതെ പ്രൊമോഷൻ ചെയ്യുന്ന ആദ്യത്തെ ഒരു സിനിമയായിരിക്കും. പക്ഷേ നമുക്ക് ഇതിനു മുമ്പ് കണ്ട ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിനകത്ത് മമ്മൂട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നിട്ട് പോലും മമ്മൂട്ടി അതിൻ്റെ പ്രൊമോഷന് വിമുഖത കാണിച്ചു. നമ്മളെല്ലാവരും അറിയാവുന്ന കാര്യമാണ്. പ്രൊമോഷൻ ഇല്ലാതെ ഒരു സിനിമയെ കൊണ്ടിറക്കി നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളെല്ലാം കേട്ടിട്ടും ആ സിനിമയ്ക്ക് അത്രത്തോളം ബോക്സ് ഓഫീസിൽ ശോഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ തെളിഞ്ഞതാണ് ഒരു പ്രൊമോഷൻ ഇല്ലാതെ ഒരു സിനിമ എത്ര നല്ലതെന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞാലും ബോക്സ് ഓഫീസിൽ ശോഭിക്കണമെങ്കിൽ ആ സിനിമയ്ക്ക് നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുത്തേ പറ്റുള്ളൂ. അതിന് ഉത്തമ ഉദാഹരണമാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. ഇപ്പം കുറേ ഇടത്തൊക്കെ ചിലയിടത്തൊക്കെ നെഗറ്റീവും കൂടുതലിടത്തത് പോസിറ്റീവും വന്നിട്ട് പോലും എമ്പുരാന് ഇത്രയും മികച്ച ഒരു കളക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചത് അതിൻ്റെ പ്രൊമോഷനാണ്. അത് എത്ര രാജ്യങ്ങളിൽ പോയി എന്തൊക്കെ ചെയ്തു എല്ലാ സംസ്ഥാനങ്ങളിലും പോയി നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പൃഥ്വിരാജിനും മോഹൻലാലിനും കഴിഞ്ഞു, അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് ആളുകൾ അറിയിക്കണം, ഇങ്ങനൊരു സിനിമ ഇറങ്ങുന്നുണ്ട്, ഇത് നല്ല ഹൈപ്പിലുള്ള സിനിമയാണ്, അതിൻ്റെ ഹൈപ്പ് കയറ്റി വയ്ക്കുക, ടോപ്പ് ലെവൽ ഹൈപ്പിലാക്കി ആരും അറിയാതെ പോകരുത്. ഈ ഒരു സിനിമ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് റിലീസായ സമയത്ത് ഒരു മനുഷ്യർ ഒരു മമ്മൂട്ടി ഫാൻസിന് പോലും പകുതി പേര് ആ സിനിമ ഇറങ്ങിയ കാര്യം അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു സിനിമ ഇറക്കി. നല്ല സിനിമയാണെങ്കിൽ പോലും ആ സിനിമയെ അത്രത്തോളം വിജയത്തിലോട്ട് എത്തിക്കാൻ സാധിക്കാതെ പോയത് മമ്മൂട്ടിയുടെയും മമ്മൂട്ടി കമ്പനിയുടെയും അല്ലെങ്കിൽ ആ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നുണ്ടായ പിഴവ് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇപ്പോൾ അതുപോലെ തന്നെയാണ് ബസൂക്കയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മമ്മൂട്ടിക്ക് വരാൻ പറ്റില്ല. മറ്റേ ഷൈൻ ടോം ചാക്കോയുടെ കേസാണെങ്കിൽ അതങ്ങനെ ഷൈൻ ടോം ചാക്കോ ഒരു പോസ്റ്റർ ഇന്ന് രാവിലെ മമ്മൂട്ടി വിടുകയുണ്ടായി. അതിനുശേഷം ഉച്ചയ്ക്ക് വന്ന വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഷൈൻ ടോം ചാക്കോയുടെ കേസുകൾ. അതിന് വേറെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. ഷൈൻ ടോം ചാക്കോക്കെതിരെ തെളിവുകളൊന്നും ഇല്ല. അതുകൊണ്ട് ഷൈൻ ടോം ചാക്കോ മിക്കവാറും പ്രൊമോഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എപ്പം പ്രൊമോഷൻ, ഏത് പ്രൊമോഷൻ, എങ്ങനെ പ്രൊമോഷൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഇങ്ങനെയുള്ളൊരു ഇങ്ങനെയുള്ളൊരു പ്രൊമോഷനാണോ ഒരു മമ്മൂട്ടി സിനിമയ്ക്ക് വേണ്ടത്? മമ്മൂട്ടി സിനിമയ്ക്ക് നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരുവിധം കളക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കണ്ടതാണ് നമ്മുടെ അമൽ നീരദിൻ്റെ ഭീഷ്മപർവത്തിന് ഒരു ആവറേജ് രീതിയിലുള്ള പ്രൊമോഷൻ മാത്രമേ ഉണ്ടാകുള്ളൂ. എന്നിട്ട് ഒരു സിനിമ കത്തിക്കയറി ഒരു 10-90 കോടി ക്ലബ്ബിൽ അല്ലെങ്കിൽ 80 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചു. അതുപോലെ തന്നെ കണ്ണൂർ സ്ക്വാഡിന് വലിയ പ്രൊമോഷൻ ഇല്ലായിരുന്നു. കണ്ണൂർ സ്ക്വാഡിന് എനിക്ക് തോന്നുന്നു ഭീഷ്മപർവത്തിൻ്റെ അത്ര പോലും പ്രൊമോഷൻ ഇല്ലാതെ വന്നിട്ട് പോലും ആ സിനിമയ്ക്ക് 90 കോടി ക്ലബ്ബിൽ ഇടം പിടിക്കാൻ സാധിച്ചു. അതാണ് മമ്മൂട്ടിയുടെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമ. അപ്പം കുറച്ച് പ്രൊമോഷൻ കൊടുക്കുക, ഇത്രയും പൈസ മുടക്കി ഒരു സിനിമ എടുക്കാം. പക്ഷേ മറ്റേ ഇത് പറയുമല്ലോ, ഇത് പശുവിനെ വാങ്ങിക്കാം, പക്ഷേ പശുവിനെ വാങ്ങിക്കാനുള്ള പശുവിനെ കെട്ടാനുള്ള കയറ് വാങ്ങിക്കുമെന്ന് പറയും പോലെ വലിയൊരു സിനിമ എടുക്കാം. പക്ഷേ അതിന് പ്രൊമോഷന് വേണ്ടി കുറച്ച് പൈസ ചിലവാക്കാൻ പറ്റില്ല. ഇത് നല്ല രീതിയിലൊരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ആ സിനിമയെക്കുറിച്ച് നാട്ടുകാരുടെ ഇടയിൽ അല്ലെങ്കിൽ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ലിസ്റ്റിനകത്ത് ടോപ്പ് 10 10ാം സ്ഥാനത്തിലെങ്കിലും കൊണ്ടെത്തിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ കൊണ്ടുവരുമ്പോഴത്തേക്കും അത് മലയാളത്തിലൊരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു മെഗാ സ്റ്റാർ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സിനിമ വരുമ്പോഴത്തേക്കും ഫാൻസുകാരാണെങ്കിൽ പോലും അതിനെ നല്ല രീതിയിൽ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ആ സിനിമയെ ആൾക്കാർ തിരിച്ചറിയുള്ളൂ. അങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് ആൾക്കാർ അറിയുള്ളൂ. എങ്കിലേ ആ സിനിമ തിയേറ്ററിൽ പോയി ആൾക്കാർക്ക് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുള്ളൂ. ഇതിപ്പം ഒരു സിനിമ ഇറങ്ങിയത് മമ്മൂട്ടിയുടെ പടം ഇറങ്ങിയിട്ടുണ്ടേ, മമ്മൂട്ടി പടം എപ്പോൾ ഇറങ്ങി അങ്ങനെ ചോദിക്കുന്ന ഒരു സ്ഥിതിയായിപ്പോയി. ഇപ്പോൾ ഈ എമ്പുരാനൊക്കെ നമ്മൾ കണ്ടതാണ്. അവർ ആദ്യത്തെ ഒരു കുറേ ദിവസം മുമ്പേ പ്രൊമോഷൻ തുടങ്ങിയിട്ട് ഇടയ്ക്ക് വെച്ച് പ്രൊമോഷൻ നിർത്തിയ പോലെ നമ്മൾ അയ്യോ എന്തോ പറ്റി ഇത്ര ദിവസം പണ്ടൊക്കെ ഇത് ഇറങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പ് വരെ നല്ല രീതിയിൽ പ്രൊമോഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് അവരുടെ ഒരു അവസ്ഥ അവർക്ക് അങ്ങനെ പറ്റിയതുകൊണ്ടാണ് അവർ ആ പ്രൊമോഷൻ അവിടെ നിർത്തിയത്. എന്നിട്ട് ബാക്കിയുള്ള 15 ദിവസം അവർ തുടർച്ചയായിട്ട് നല്ല രീതിയിൽ പ്രൊമോഷൻ്റെ ഏറ്റവും വലിയ മുകളിലുള്ള പ്രൊമോഷൻ എമ്പുരാൻ ടീം വെച്ച് കാഴ്ചവെച്ചു. അതുപോലെ ഒരു പ്രൊമോഷൻ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തോന്നുന്നത് 10-35-40 കോടി രൂപയ്ക്കകത്ത് ബഡ്ജറ്റുള്ള സിനിമയാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് ഇനി പ്രോഫിറ്റ് ആവണമെങ്കിൽ തന്നെ ഒരു 100-120 കോടി രൂപയ്ക്ക് മുകളിൽ വരണം. മമ്മൂട്ടിക്ക് ഇതുവരെ ഒരു 100 കോടി ക്ലബിലുള്ളൊരു സിനിമയില്ല, അല്ലെങ്കിൽ തിയേറ്റർ കളക്ഷൻ നേടിയ സിനിമയില്ല. പക്ഷേ വിജയിക്കുമായിരിക്കും. പക്ഷേ അങ്ങനെയല്ലല്ലോ വിജയിക്കേണ്ടത്. അത് നല്ല തിയേറ്ററിൽ നല്ല കളക്ഷൻ നേടി വിജയിക്കണമെങ്കിൽ ആ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള പ്രൊമോഷൻ കൊടുക്കണം. അല്ലാതെ ഒരു കാര്യമില്ല. ഇപ്പോൾ മമ്മൂട്ടി ഒരു പോസ്റ്റർ പങ്കുവച്ചിട്ടുണ്ട്. അതാണ്ട് ഈ പോസ്റ്ററാണ്. 9 മണിക്ക് രാവിലെ 9 മണിക്കാണ് ഷോ. ഈ സിനിമയ്ക്ക് കുറച്ചും കൂടെ ഹൈപ്പ് ഉണ്ടാക്കി നല്ല രീതിയിൽ ഹൈപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊരു 7 മണിക്കെങ്കിലും ഒരു ഷോ വെച്ചിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് കുറച്ചും കൂടെ ആൾക്കാർ ഫാൻസുകാർ എന്തായാലും 7 മണിക്ക് കയറി കാണും. കാരണം ഓഫീസിലൊക്കെ പോകുന്ന ഫാൻസുകാർക്ക് അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകാൻ നിൽക്കുന്ന ഫാൻസുകാർക്ക് അവർക്ക് ചില ആൾക്കാർക്ക് ഈ സിനിമ കാണാൻ പറ്റില്ല. നല്ല ഹൈപ്പുള്ള സിനിമയാണെങ്കിൽ അവർ ലീവ് എടുത്ത് കാണും. പക്ഷേ ഈ സിനിമയ്ക്ക് അത്ര ഹൈപ്പ് കൊടുക്കുന്നില്ല അവർ. എന്താണെന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് അത്ര ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണോ അതോ സിനിമയ്ക്ക് ഹൈപ്പ് കൊടുക്കാൻ പ്രൊമോഷൻ കൊടുത്താൽ അതിൻ്റെ പൈസയും കൂടെ നഷ്ടപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടാണോ എന്നുള്ള കാര്യം
എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ മമ്മൂട്ടി ഫാനാണ്, പക്ഷേ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ ഇങ്ങനെയുള്ള ഒരു പ്രൊമോഷൻ അല്ല ഒരു മമ്മൂട്ടി സിനിമയ്ക്ക് വേണ്ടത്. ആ സിനിമയുടെ ഭാഗത്തു നിന്നാണെങ്കിലും സിനിമയുടെ അണിയർ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇങ്ങനൊരു മോശം അനുഭവമാണ് ഇപ്പം മമ്മൂട്ടി സിനിമകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് വിഷമമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെ നല്ലൊരു സിനിമ പ്രൊമോട്ട് ചെയ്യാൻ അറിഞ്ഞൂടാത്തൊരു ഒരു കമ്പനിയാണോ മമ്മൂട്ടി? കമ്പനിയെ ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം ഇത് സരിഗമയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. എന്നിട്ട് സരിഗമ എന്തുകൊണ്ട് ആൾക്കാരെ അണിയർ പ്രവർത്തകരുടെ അല്ലെങ്കിൽ താരങ്ങളെ കൊണ്ടുവന്ന് പ്രൊമോഷൻ ചെയ്യുന്നില്ല? ഇനി എത്ര ദിവസമുണ്ട് സിനിമ ഇറങ്ങാൻ? ഇന്നിപ്പം 2-ാം തീയതിയായി, 10-ാം തീയതി സിനിമ ഇറങ്ങി 8 ദിവസമേ ഉള്ളൂ. ഒരാഴ്ച മുമ്പെങ്കിലും പ്രൊമോഷൻ തുടങ്ങണ്ടേ? അതുപോലെയുള്ള ആലപ്പുഴ ജിംഖാനയും ബാക്കിയുള്ള സിനിമകളൊക്കെ പ്രൊമോഷൻ തുടങ്ങിയിട്ട് 3-4 ദിവസം കഴിഞ്ഞു. എന്താണെന്ന് അറിഞ്ഞൂടെ? അവരെന്താണ് അവരുടെ മനസ്സിൽ നിന്ന് അറിഞ്ഞൂടെ? സിനിമ ഇനി റിലീസ് ചെയ്യുന്നുണ്ടോ അതോ വീണ്ടും 10-ാം തീയതി റിലീസ് മാറ്റും തോന്നുന്നില്ല. ഇതിപ്പോൾ 10-ാം തീയതി ഒരു മമ്മൂട്ടി ഒരു പോസ്റ്റർ ഇട്ടതല്ല ഈ സിനിമയ്ക്ക് 10-ാം തീയതി റിലീസിന് വരുന്നു എന്നുള്ളതിനൊരു തെളിവ് വേറൊന്നുമില്ല. ഇങ്ങനൊരു അവസ്ഥയായിപ്പോയി. ശരി, ഓക്കെ, നന്ദി, നമസ്കാരം.